BJP ഉൾപ്പെടെയുള്ള സംഘപരിവാറിൻ്റെ അജണ്ട വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ വികസനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി എന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് അതൊന്നും യേശില്ല എന്നുള്ളത്. അവരുടെ അണികളെ ഉത്തേജമാക്കുന്നത് ഇത് മാത്രമാണ്. മുസ്ലിം വിരോധം എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിൽ കവിഞ്ഞ മറ്റൊരു ഇഷ്യൂ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാനില്ല. അപ്പോൾ അയോധ്യയിൽ സംഭവിച്ചത്, രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം സംഭവിച്ചത്, അതിൻ്റെ കൾമിനേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുണ്ടാകുന്ന ഒരു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു സാധനമാണ് നമ്മൾ അയോധ്യയിൽ കണ്ടത്. എന്നാൽ അതേ പരീക്ഷണമാണ് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വീണ്ടെടുക്കുക എന്നുള്ളതല്ലല്ലോ അവരുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അത് കൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇമോഷൻ തീർന്നു കഴിയും. അപ്പോൾ അടുത്തതിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രൈഡ് എന്ന് പറയുന്ന, ഹിന്ദു അസ്മിത എന്നൊക്കെ പറയുന്ന അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് പിന്നെ ഒരു ബാർഗെയിനിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഒരു ആവേശപ്രകടനത്തിനോ സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും BJP അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ചെലവാക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് അവർ ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ തിരഞ്ഞെടുപ്പുകളിൽ, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിങ്ങനെ പുറത്തെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടിയെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. അതായത് ഈ ഒരു ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ഒരു മതപരമായ ഒരു ആവേശമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അണികളിൽ അങ്ങനെയാണ്. എങ്കിലും നേതൃതലത്തിൽ ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും BJP ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അതിൻ്റെ ഒരു ക്രസൻഡോ അല്ലെങ്കിൽ ജനത്തിലെത്തിയിട്ട് അത് ഒരു ആളുകൾക്ക് മതിയാവുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല. കാരണം വർഗീയതയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്നുള്ളത് അത് ഒരിക്കലും അത് കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. അത് എപ്പോഴും ഊതിക്കത്തിക്കാവുന്ന കനലായിട്ട് ഇന്ത്യയുടെ പ്രത്യേക സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അത് അങ്ങനെ തന്നെ തുടരും. അതുകൊണ്ട് ഇനിയും ഇതിപ്പോൾ സംബാൽ മാത്രമല്ല, അജ്മീർ ദർഗയിൽ വരും, പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ പഴയ കനലുകൾ അങ്ങനെ ഊതിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.